ഹായ് എവ്രി വൺ. സോ നമ്മളിന്ന് ടൊമാറ്റോയുടെ സ്റ്റിൽ ലൈഫ് പെയിൻറ്റിങ് ഓയിൽ പെയിൻറ്റ് വെച്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അണ്ടർടോൺ പെയിൻറ്റിങ് ബ്രൗൺ കളർ വെച്ച് യൂസ് ചെയ്യാം. അണ്ടർടോൺ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബാക്കി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അണ്ടർടോൺ പെയിൻറ്റിങ് ചെയ്യാൻ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കഴിയുന്നതും ഡാർക്ക് യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നതാണ് ബ്ലോക്കിംഗ് സ്റ്റേജ്. ബ്ലോക്കിംഗ് സ്റ്റേജിൽ നമ്മൾ കളേഴ്സ് ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന കളർ മിക്സിങ്ങിൻ്റെ ബേസിക് ഫോർമുല ഇവിടെ മുകളിൽ കൊടുക്കാം. ഈ ഒരു ഫോർമുലയിൽ ഫോളോ ചെയ്യേണ്ട ഒരു സിമ്പിൾ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ കളർ എടുക്കുകയാണ് ഓറഞ്ച്. അതിൽ നമുക്ക് വരുന്നത് യെല്ലോ പ്ലസ് റെഡ് പ്ലസ് വൈറ്റ് ആണ്. അതിൽ യെല്ലോ ആണ് ഇതിൽ മെയിൻ കളർ. റെഡ് നമ്മൾ കുറച്ച് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് കൊടുത്തേക്കുന്ന വൈറ്റ് ഏറ്റവും കുറവ് കൊടുക്കും. ഈ ഒരു രീതിയിൽ വേണം എല്ലാ കളർ മിക്സിങ്ങിൻ്റെ ഫോർമുല ഫോളോ ചെയ്യാൻ. ലാസ്റ്റത്തെ സ്റ്റേജാണ് ഫിനിഷിംഗ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് കുറച്ചും കൂടി റിഫൈൻ ചെയ്യുന്നതും പിന്നെ ബ്രഷിൻ്റെ സ്ട്രോക്ക് ആ ഫ്രൂട്ടിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ആ ഒരു ഡയറക്ഷനിലായിരിക്കും ബ്രഷിൻ്റെ സ്ട്രോക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കളേഴ്സിൽ കുറച്ച് വേരിയേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഷാഡോ കൊടുക്കും. ഷാഡോ ആക്ച്വലി ബ്ലോക്കിംഗ് സ്റ്റേജിൽ തന്നെ കൊടുക്കണം, ഞാനത് മറന്നുപോയതാണ്. ഷാഡോക്ക് യൂസ് ചെയ്തേക്കണ ഫോർമുല ഞാനിവിടെ കൊടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഹൈലൈറ്റ്സ് കൊടുക്കാം. ഹൈലൈറ്റ് ഞാൻ ഇവിടെ പ്യുവർ വൈറ്റാണ് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വെറും 30 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തത്. ഇതേപോലെ സിമ്പിളായിട്ട് ഏത് പെയിൻറ്റിങ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പായിട്ടും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റായിട്ടും ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ടും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സിന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. സോ ഇന്നൊക്കെ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം ഇതേപോലെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.